Hi dears, once again welcome back to our channel Rasina Nias. ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ എൻ്റെ 8 മന്ത് അപ്ഡേറ്റിൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ ക്യൂരിയാസിറ്റിയോടെ വന്നതായിരിക്കും. എനിക്ക് പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ ഞാൻ അറിഞ്ഞോ റിപ്പോർട്ട് കിട്ടിയെന്നൊക്കെ. അപ്പോൾ ഞാനത് പറയാം എന്താ കാര്യങ്ങളെന്നൊക്കെ, എൻ്റെ സിംറ്റംസും ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്തിരി ഫണ്ണായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളത് നിങ്ങളെ എന്താ പറയുക ബ്രെയിനിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആഫ്റ്റർ ഡെലിവറി വേണമെങ്കിൽ എനിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ആഫ്റ്റർ ഡെലിവറി നല്ല യൂസ് ആയിട്ടുള്ള ഒരു സംഭവം പിന്നെ ഞാൻ കാണിച്ചിട്ട് അത് ഞാൻ എൻ്റെ പെട്ടിയിൽ വെക്കാൻ വിട്ടുപോയതായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ആ ബേബി പാക്കിങ് ചെയ്യുന്ന സമയത്ത് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായി, അന്ന് വിട്ടുപോയതാണ് കേട്ടോ. അതായത് ഫീഡിങ് കവർ എന്ന് പറയും. ഈ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ, കാണാനൊന്നുമില്ല, വെറും ഒരു തുണി കട്ട് ചെയ്ത് ഒരു ഏപ്രോണിനെ പോലെ ഉണ്ടാവും. ഇത് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ബെഡ് ടൈ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഈ ഒരു സംഭവം എന്താ ഫുള്ള്. എന്നിട്ട് ബാക്കിൽ നമുക്ക് ഇത് ടൈ ചെയ്യാനുള്ള സംഭവമുണ്ട്, ബാക്കിൽ നമുക്ക് കെട്ടി വെക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കയറ്റിയിടുക, മുകളിലേക്ക് കയറ്റിയിടുക. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞുമാവക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് സേഫാണ്. കാരണം ഞാൻ എൻ്റെ ആ ഒരു ബാഗ് പാക്കിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് അയ്യോ ആരെങ്കിലും പെട്ടെന്ന് കയറി വരികയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെയിലിനെ കൊണ്ട് മറക്കാൻ ഓടിപ്പോകും, അല്ലെങ്കിൽ കുഞ്ഞ് കുടിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വലിച്ചിട്ട് കുഞ്ഞിനെ മാറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവം വരും. പ്രത്യേകിച്ച് എൻ്റെ കേസിൽ എനിക്ക് 2 ആൺകുട്ടികളാണ്. ആ സമയത്ത് എനിക്കെന്നും പിന്നെ ഒരു എക്സ്ട്രാ കെയറിങ് ഉള്ളത് നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഞാൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ വാവിനെ ഉള്ളിൽ കിടത്തി നമ്മൾ ഫീഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ നമ്മളത് എടുത്ത് മാറ്റലോ അല്ല ഓടലോ ചാടലോ അല്ല തലയത്ത് തട്ടെടുത്തിട്ട് ഇങ്ങനെ നെഞ്ഞിൽ കൂടി നമ്മൾ ഇടലോ ഒന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 300 സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിതൊന്ന് മേടിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഫീഡിങ് കവറാണ് ഇത് ഫസ്റ്റത്തത്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വാവനെ സേഫായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഫീഡ് ചെയ്യാം കേട്ടോ. സേഫ്റ്റിയാണ്, വാവ സേഫായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയും ചെയ്യും. പിന്നെ ചില ഇപ്പോൾ നമ്മൾ പിന്നെ വേറൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണ സ്ത്രീകളോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുവാവയ്ക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യുക. അവർ ചിലപ്പോൾ ഒരു കുഞ്ഞുവാവിനെ എടുത്തിട്ട് വന്നിട്ടുണ്ടാവും, ആ കുഞ്ഞുവാവ് ഇങ്ങനെ നോക്കുക. പിന്നെ അതെല്ലാം മിക്സാണ് കേട്ടോ. കുഞ്ഞുവാവക്ക് കൊതി കൂടും, വയറുവേദന എടുക്കുന്നൊക്കെ പറയുന്ന ആൾക്ക് ഇത് നല്ലൊരു സേഫ്റ്റിയാണ്. നല്ല മെറ്റീരിയലാണ്, കോട്ടൺ മെറ്റീരിയൽ മേടിച്ചത്. പിന്നെ ഉള്ള സംഭവമാണ് ഈ ഒരു ക്ലിപ്പുള്ള ഹാങ്കിങ്സ് കേട്ടോ. ഇത് നമുക്ക് കുഞ്ഞുവാവിൻ്റെ തുണി ഉണക്കിടാൻ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു അയലിലിട്ടിട്ട് അതിലിങ്ങനെ ക്ലിപ്പും കുത്തിയും കൊണ്ട് നടക്കുന്നതിന് നല്ലതാണ് ഈ ഒരു സംഭവം. ഇത് മേടിച്ച് വെച്ചാൽ നമുക്ക് കുഞ്ഞുവാവിൻ്റെ തുണികളെല്ലാം ഇങ്ങനെ പിന്നെ ഉണക്കിയിടാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കുഞ്ഞുവാവക്കുള്ള ജബ്ലാസ് എന്ന്. അത് ഞാൻ കെട്ടുന്നത് ഒഴിവാക്കി, കെട്ടുന്നത് ഞാൻ വേറെ മേടിച്ചു. എന്നിട്ട് ഇതും ഇതിനുള്ള ഷോർട്ട്സും ചുപ്പി ഷോർട്ട്സാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല രസമുണ്ട്. ക്വാളിറ്റി വൈസ് ആണെങ്കിലും അത് ഒരു 3 പീസ് ഞാൻ മേടിച്ചിട്ടുണ്ട് ഡിഫറെൻറ്റ് കളറിൽ. എന്താ ഇങ്ങനെ ചുപ്പി ഷോർട്ട്സും. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടേ ഉള്ളൂ, ഇനി അയരൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൽ ബ്ലൂ, പിന്നെ ഓറഞ്ച്, പിന്നെ ഒന്ന് പിങ്ക്, അങ്ങനെ ഈ ഒരു ലേസിലാണ് കളർ വേരിയേഷൻ വരുന്നത് കേട്ടോ. നല്ല ക്ലോത്താണ്. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈ എന്ന് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഇനിയൊരു കാര്യം, നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ക്രൈ എന്നുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് ആണെങ്കിലും പിന്നെ ബേബിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല ടിപ്സ് കിട്ടും, സജഷൻസ് കിട്ടും. നമ്മൾ എത്ര മാസത്തിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, ഏതാണ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത്, ഏത് ഭക്ഷണമാണ് കഴിക്കുന്നത്, ഇതൊക്കെ അതിലുണ്ട് കേട്ടോ. ഇതൊരിക്കലും പ്രൊമോഷനൊന്നുമല്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഫസ്റ്റ് ക്രൈ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ക്ലോത്തിനായാലും പിന്നെ നമുക്ക് പാരൻറ്റിന് ഉള്ള നമ്മുടെ മദേഴ്സിനുള്ള ക്ലോത്ത് ആണെങ്കിലും ബേബീസിനുള്ള ക്ലോത്ത് ആണെങ്കിലും എല്ലാം അതിൽ കിട്ടും കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ക്രൈന്ന് മേടിച്ചതാണിത്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ.
കാരണം ഇതെന്താണ് ഞാൻ ജബ്ലാസ് തിന്ന് മെറ്റീരിയൽ മേടിക്കാത്തതെന്ന് വെച്ചാൽ ഒരു പക്ഷേ എൻ്റെ ഡെലിവറി ഇപ്പോൾ ചെറുങ്ങനെ മഴ തുടങ്ങിയിട്ടുണ്ട്, മഴ സമയത്തായിരിക്കുമെന്ന് എനിക്കൊരു ഒരു ഊഹം കേട്ടോ. അപ്പോൾ ആ സമയത്ത് വളരെ തിന്നായിട്ടുള്ളത് ഇട്ട് കൊടുക്കാനാവില്ല. അപ്പോൾ റോംപറിൻ്റെ ഉള്ളിൽ എനിക്ക് ഇത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ റോംപർ ഇട്ട് കൊടുക്കുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അതുപോലെ തന്നെ ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മേടിക്കുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 10-30-40 തുണികൾ ഇതിൽ കുഞ്ഞുവാവിൻ്റെ പാങ്ങിൽ ക്ലിപ്പ് ചെയ്തിട്ട് ഉണക്കിടാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ കുറേ മുമ്പേ മേടിച്ചതാണ് കാണിക്കാൻ വിട്ടുപോയത്. ഓക്കെ, അതങ്ങടിയാ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയും പോലെ ഏത് കുഞ്ഞുവാകാന്ന് അറിഞ്ഞോന്ന് എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അതെന്തായാലും നമ്മളെ ഈ ഇന്ത്യയിൽ സംബന്ധിച്ചോളം നമുക്ക് പറഞ്ഞു തരില്ല കേട്ടോ. എന്തായാലും സ്കാനിൽ ആ ഒരു പാട്ടെത്തുന്ന സമയത്ത് അവിടെ ബ്ലറാക്കും, അങ്ങനെയൊക്കെയാണ് ഡോക്ടർമാർ കാണിച്ചു തരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്കാൻ ചെയ്ത പാട് നമുക്കൊരു ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളൊരിക്കലും ജെൻഡർ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഉള്ളതുകൊണ്ടൊരു സംശയം ഉണ്ടാവില്ല. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കുറേ ഇങ്ങനെ പറയണത് നമ്മൾ യൂട്യൂബിലെല്ലാം കേട്ടിട്ടുണ്ടല്ലോ, അതെല്ലാം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഊഹിച്ചാൽ മതി. എൻ്റെ 2 പ്രഗ്നൻസിയിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എൻ്റെ ഈ പ്രഗ്നൻസി. ഒരുപക്ഷെ അത് ജെൻഡർ വേറെ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഗ്യാപ്പ് വന്നതുകൊണ്ടായിരിക്കാം. 15 ഇയേഴ്സ് ഗ്യാപ്പാണ് എൻ്റെ ഈ പ്രഗ്നൻസിയിൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കും, എന്താണെന്ന് പറയാൻ പറ്റില്ല. ആ എൻറ്റയർലി ഡിഫറെൻറ്റ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരട്ടാം. എൻ്റെ 2 ബോയ് ബേബിയാണ് എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ആ 2 ബോയ് ബേബീൻ്റെ സമയത്തും എനിക്ക് ഫസ്റ്റ് മോന് 15 വയസ്സിലെന്തോ ഞാൻ പ്രഗ്നൻ്റ് ആയതാണ്. ആ ഒരു സമയത്ത് എനിക്ക് തീർച്ചയായിട്ടും കൺസീവ് ആയ പാട് എനിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു 3 മന്ത് വരെ. എന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. വോമിറ്റിംഗ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. സെക്കൻഡ് ബേബിൻ്റെ സമയത്ത് എനിക്ക് വോമിറ്റിങ്ങേ ഇല്ലായിരുന്നു. ഞാൻ കംപ്ലീറ്റ് നോർമൽ പേഴ്സൺ ആയിരുന്നു, നല്ലോണം ഭക്ഷണം കഴിക്കുമായിരുന്നു. പിന്നെ അവരുടെ 2 പേരുടെ പ്രഗ്നൻസി സമയത്ത് ഞാൻ ഫിഷ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, മീറ്റ് കഴിക്കുമായിരുന്നു. പക്ഷേ ഈ പ്രഗ്നൻസിയിൽ ഞാൻ മീറ്റൊന്നും കഴിക്കാറില്ല, ഫിഷ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെന്നെ ഗസ് ചെയ്യുക, ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവരുടെ 2 പേരുടെ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയാലും അവർക്ക് 133 ഹാർട്ട് ബീറ്റ്, 133, 140 അതിൻ്റെ അകത്തേ ഉള്ളൂ. എൻ്റെ ഈ ബേബീൻ്റെ ഹാർട്ട് ബീറ്റ് വന്നിട്ട് 160, 158, 165 BPM ഒക്കെ ആണ് കാണിക്കുന്നത്. പറയാൻ പറ്റില്ല, അതെല്ലാം നമുക്ക്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ വയറ്റിൽ പെൺകുഞ്ഞാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം സ്കാൻ എടുക്കുന്ന സമയത്ത് ഞാൻ എത്രത്തോളം ടെൻഷനിലാണെന്ന് ഡിപ്പെൻഡ് ആവും കേട്ടോ. ഒരു പക്ഷേ ഞാനിപ്പോൾ അനോമലി സ്കാനാണ്, അല്ല ഫസ്റ്റ് സ്കാനെല്ലാം ആണ് സമയത്ത് ഞാൻ നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ മോണിറ്റർ നോക്കിക്കൊണ്ടിരുന്നത്, എന്തായിരിക്കും എങ്ങനെയായിരിക്കും. കാരണം എനിക്കൊരു ഹാർട്ട് ബീറ്റ് ഇല്ലാത്ത കേസ് വന്നതുകൊണ്ട് നല്ല ടെൻഷനിലുണ്ടായിരുന്നു. അതൊരു സംഭവം. പിന്നെ മൂന്നാമത് വന്നിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ബേബിക്ക് ഞാൻ കംപ്ലീറ്റ് വോമിറ്റിംഗ് ആണ്. അത് മോർണിംഗ് സിക്നസ് കൂടുതലാണ്. എനിക്ക് നിയാൻ്റെ പ്രഗ്നൻസിയിലൊന്നും മോർണിംഗ് സിക്നസ് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഈവനിങ് കുറച്ചൊരു ലൈറ്റായിട്ട് വോമിറ്റിംഗ് എല്ലാം വരുമായിരുന്നു. പിന്നെ എൻ്റെ ഭക്ഷണം ഞാൻ കഴിക്കുമായിരുന്നു നിയാൻ്റെ സമയത്ത്. പിന്നെ നിയാൻ്റെ സമയത്ത് ഞാൻ കൂടുതൽ ആക്റ്റീവായിരുന്നു, എന്ത് സംഭവത്തിനും വളരെ ആക്റ്റീവായിരുന്നു. ഞാനൊരു പ്രഗ്നൻ്റാന്നുള്ള ബോധം വരെ എനിക്കുണ്ടായിട്ടില്ല. അത് ഒരുപക്ഷെ 15 വയസ്സ് എനിക്ക് കുറവായിരുന്നു ആ ഒരു സമയത്ത്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ എനിക്ക് 15 വയസ്സ് കൂടി, അതുകൊണ്ടായിരിക്കാം കൂടുതൽ ഞാൻ എന്താ പറയുക ലേസി ആയിട്ടിരിക്കുന്നതും എനിക്ക് തീരെ പറ്റാത്തതും. ഓക്കെ, പിന്നെ 2 പ്രഗ്നൻസിയിലും ഞാൻ ഏകദേശം 7 മന്ത് എല്ലാം ആയപ്പം നന്നായിട്ട് വണ്ണം വെച്ചായിരുന്നു, ഒരുപാട് തടി വെച്ചായിരുന്നു. എൻ്റെ മൂക്കൊക്കെ ഇങ്ങനെ വീർത്തിട്ട് നല്ല തടി വെച്ചായിരുന്നു. ഈ ഒരു പ്രഗ്നൻസിയിൽ ഞാൻ പ്രഗ്നൻസിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് 73, 70 അങ്ങനെയൊക്കെ ആ ഒരു റേഞ്ചിലായിരുന്നു. പ്രഗ്നൻസി സ്റ്റാർട്ടായ തൊട്ടിട്ട് ഒരേ ഒറ്റ അളവിൽ ഞാൻ 10 kg അങ്ങ് കുറഞ്ഞു, 60ലേക്ക് വന്നു. പിന്നെ കൂടി ഇപ്പോൾ ഞാൻ 65ലേക്ക് എത്തിയിട്ടുള്ളൂ. വെയിറ്റ് ഗെയിൻ ആവുന്നേ ഇല്ല കേട്ടോ, തീരെ വെയിറ്റ് ഗെയിൻ ആവുന്നില്ല. കംപ്ലീറ്റ് റെസ്റ്റുമാണ്, ഒരുപാട് ഞാൻ പണിയൊന്നും എടുക്കുന്നില്ല. പിന്നെ വാക്ക് ചെയ്യുമായിരുന്നു. അവർ പ്രഗ്നൻസിയിലാണെങ്കിൽ ഞാൻ നന്നായിട്ട് തടി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലോണം ഭക്ഷണം കഴിക്കുമായിരുന്നു. ഓക്കെ, പിന്നെ അവർ 2 പേരുടെ പ്രഗ്നൻസിൻ്റെ സമയത്ത് എനിക്ക് നെഞ്ചരിച്ചിൽ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. എപ്പോഴെങ്കിലും ഒന്ന് ഇടയ്ക്ക് വന്നാലേ ഉള്ളൂ നെഞ്ചരിച്ചിൽ. പക്ഷേ ഈ ബേബീൻ്റെ പ്രഗ്നൻസിയിൽ എൻറ്റയർ പ്രഗ്നൻസി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇപ്പോൾ 9 മന്ത് ഏതായാലും സ്റ്റാർട്ടായില്ലെങ്കിൽ നിന്നിട്ടില്ല. എനിക്ക് എപ്പോഴും അസിഡിറ്റീൻ്റെ പ്രോബ്ലം തന്നെയാണ്, നെഞ്ചരിച്ചിൽ തന്നെയാണ് കേട്ടോ. എന്ത് ഭക്ഷണം കഴിച്ചാലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറപ്പുണ്ട്, അത് കണ്ടിന്യൂ ആയിട്ട് ഞാൻ കുടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് സിംറ്റമാണ്. ഒരിക്കലും നമ്മുടെ സിംറ്റം ഡിഫറെൻ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജെൻഡർ പ്രിഡിക്ഷൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഇത് ഗേൾ ബേബി തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ബോയ് ബേബിനോട് തന്നെ താല്പര്യം, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആശയം ഒരു ഗേൾ ബേബി വേണം. പക്ഷേ നിയാസ്കാക്ക് 100% നിർബന്ധമാണ് ഗേൾ ബേബി വേണമെന്ന്. നമ്മൾ ഇന്നലെയും കൂടി അതിനെക്കുറിച്ച് ഡിസ്കസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ബോയ് എന്ന് പറഞ്ഞു, കാരണം എനിക്ക് 2 ബോയ് ഉള്ളത് കൊണ്ട് മെയിൻറ്റനിങ് ഈസിയാണ്. എനിക്ക് എല്ലാ കാര്യം അറിയാൻ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ആക്കാൻ പറ്റും. എനിക്ക് ബോയ് മതി എന്ന് പറയുമ്പോൾ നിയാസ്കാക്ക് ദേഷ്യം പിടിച്ച്, ഞാൻ ഗേളിനെ കാത്തിരിക്കുന്ന സമയത്ത് നീ എങ്ങനെയാണ് പറയണത്, എനിക്ക് ഗേൾ മതി, എന്തായാലും ഞാൻ പറഞ്ഞതേ ഉണ്ടാവുള്ളൂ ഒക്കെ അങ്ങനെ ഒരു ഇത്. അപ്പം എനിക്കും ആശയമില്ലാതെയില്ല, ഒരു ഗേൾ ബേബി വന്നാലും നമ്മൾ ഫാമിലി കംപ്ലീറ്റ് ആയി. 2 ബോയ്സ് ഉണ്ട്, ഒരു ഗേൾ ബേബിയും കൂടി ആണെങ്കിൽ കംപ്ലീറ്റ് ആയി. പിന്നെ എൻ്റെ സെക്കൻഡ് ബേബീൻ്റെ പ്രഗ്നൻസി സമയത്ത് എൻ്റെ മൂത്ത മോന് പറയായിരുന്നു ആണുവാവ വേണം, കളിക്കാൻ ആണുവാവ വേണം. പക്ഷെ ഈ ഒരു സമയത്ത് നിയ എന്നോട് പറയൂ ഗേൾ ബേബി മതി അമ്മ, ഗേൾ ബേബി മതി, എനിക്ക് ഗേൾ ബേബിയാണ് ഇഷ്ടം എന്ന്. അപ്പോൾ അതും ഒരു മിക്സായിട്ട് എടുക്കും കേട്ടോ. ഇപ്പോൾ നമ്മളെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ മുമ്പത്തെ ഒരു വാവ ഉണ്ടെങ്കിൽ ആ വാവ എന്താ പറയുന്നത് അതുപോലെ ആവുമെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇതിന് മുമ്പെയുള്ള വാവ നല്ല എന്താ പറയുക ദഷ്ടപുഷ്ടമായിട്ട് നല്ല ഗ്ലാമർ എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഗേൾ ബേബി ആവുന്നു. പക്ഷേ നീ ഗ്ലാമർ വെച്ചിട്ടുണ്ട്, കാരണം ഇപ്പോൾ സ്കൂളെല്ലാം പൂട്ടിയല്ലോ, അതുകൊണ്ട് വെയിലത്തൊന്നും കളിക്കാത്തതുകൊണ്ട് കുറച്ച് ഗ്ലാമർ ആയിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുതന്നിട്ടുണ്ട്. പിന്നെ വേറെന്ത് സംഭവം, വേറെ പറയും ഗേൾ ബേബി ആണെങ്കിൽ കുഞ്ഞുവാവൻ്റെ ഉപ്പാക്ക് നല്ല തടിയൊക്കെ വരുമെന്ന്. പക്ഷെ ഒരിക്കലും ഇല്ല കേട്ടോ, ഉപ്പ നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെൻ്റെ പ്രതീക്ഷ പോയി, തടിയൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഗേൾ ബേബി ആണെങ്കിൽ ഉമ്മമാർ നന്നായിട്ട് മെലിയും, വയറ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പിന്നെ ബോഡിയെല്ലാം നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ ചാനൽസിലെല്ലാം. അപ്പോൾ അതെൻ്റെ കാര്യത്തിൽ ശരിയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഗേളായിരിക്കുമോ എന്ന്, കാരണം ഞാൻ നന്നായിട്ട് തടി മെലിഞ്ഞിട്ടുണ്ട്, വയറ് മാത്രമേ ഉള്ളൂ, അത്രയ്ക്ക് നന്നായിട്ട് തടി എൻ്റെ മെലിഞ്ഞിട്ടുണ്ട്. പിന്നെ വോമിറ്റിങ്ങിൻ്റെ ആ ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഫുള്ള് ഈ പിത്തം ഛർദ്ദിക്കുക എന്ന് പറയില്ലേ, ഒരു യെല്ലോ കളറ്, ആ ഛർദ്ദിയാണെങ്കിൽ ഗേൾ ബേബി ആണെന്ന് പറയും. ഞാൻ പിത്തം തന്നെയാണ് ഛർദ്ദിക്കണേ. അപ്പോൾ അത് ഒരു ഹോപ്പാണ് എനിക്ക് ഗേൾ ബേബി ആകുമെന്ന്. പിന്നെ വന്നിട്ട് യൂറിൻ്റെ കളറിൻ്റെ ആ ഒരു ഇതിൽ പറയുന്നുണ്ട്, നല്ല യെല്ലോ കളർ യൂറിനാണ് മദർ പാസ് ചെയ്യുന്നതാണെങ്കിൽ അത് ഒരു ബോയ് ബേബിയും, ലൈറ്റായിട്ടുള്ള യൂറിൻ കളറാണെങ്കിൽ അതൊരു ഗേൾ ബേബിയും ആണെന്ന്. എൻ്റെ കാര്യത്തിൽ യൂറിൻ ലൈറ്റ് കളറാണ്. സോ ഞാനപ്പോൾ പ്രതീക്ഷിക്കുന്നത് എനിക്കൊരു ഗേൾ ബേബി ആകുമെന്ന്. പറയാൻ പറ്റില്ല, നിങ്ങൾ തീരുമാനിക്കുക. ആഫ്റ്റർ ഡെലിവറി വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. പിന്നെ വേറെ എന്ത് സംഭവം, വേറെ മദറിൻ്റെ ഫേസിൽ, നോസിൽ, പിന്നെ നെക്കിൻ്റെ സൈഡിലുള്ള ഭയങ്കരമായിട്ട് ഡാർക്ക്നെസ് വരികയാണ്, പിഗ്മെൻറ്റേഷൻ വരികയാണെങ്കിൽ ബോയ് ബേബിയാണ്, അതില്ലെങ്കിൽ ഗേൾ ബേബി ആണെന്ന് പറയും. പക്ഷെ എനിക്ക് അങ്ങനെ ഇപ്പോൾ 9 months സ്റ്റാർട്ടിംഗ് ആണ്, ഇതുവരെ അത്ര ഒരു ഡാർക്ക്നെസ് ഒന്നും വന്നിട്ടില്ല എവിടെയും. അതുകൊണ്ട് ഗേൾ ബേബി എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ വേറെ ഒരു സംഭവം പറയുന്നതാണ്, നമുക്ക് സ്വീറ്റ് ക്രേവിങ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഗേൾ ബേബി ആണെങ്കിലും നമ്മളിങ്ങനെ എന്താ പറയുക ചിക്കൻ പൊരിച്ചതും വറുത്തതും പിന്നെ അങ്ങനെ ചിപ്സ് ഐറ്റമും എരിവും പുളിയും ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ബോയ് ബേബി ആണെന്ന് പറയും. എൻ്റെ കാര്യത്തിൽ പൊതുവേ അങ്ങനെ പുറത്തത്തെ ഭക്ഷണത്തിനോട് തീരെ എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ്. അത് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആര് തന്നതും എവിടുന്ന് മേടിച്ചതും എനിക്ക് കംഫർട്ടബിൾ ആകില്ല. എന്നാലും നമുക്കൊരു ഉള്ളിലൊരു കഴിക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. എപ്പോഴും ഇപ്പം എൻ്റെ ഫ്രണ്ടെല്ലാം ഇടയ്ക്ക് മാങ്ങ ഒക്കെ ഉപ്പിലിട്ടതെല്ലാം കൊണ്ടുത്തരും. എനിക്കതൊന്നും കഴിക്കാനൊന്നും താല്പര്യമില്ല കേട്ടോ. പണ്ട് തൊട്ട് തന്നെ പ്രഗ്നൻ്റ് ആയാലും ഈ പച്ചമാങ്ങൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഭയങ്കര ആശയാണെന്ന്. എനിക്കതൊന്നുമില്ല. എനിക്ക് കുറച്ച് സ്വീറ്റ് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ അതും വലിയ ക്രേവിങ് ആയിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല. സ്വീറ്റിനോട് പൊതുവേ എനിക്ക് സ്വീറ്റിനോട് താല്പര്യമാണ്. ഇപ്പോൾ കുറച്ച് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ വെയിറ്റ് ഗെയിൻ ആവുമെന്നുള്ള പേടിക്ക് ഞാൻ സ്വീറ്റൊന്നും കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ഗേൾ. അറിയില്ല എന്താണെന്ന്, പക്ഷേ എനിക്ക് ആശയുണ്ട് കേട്ടോ. ഒരു ഗേൾ ബേബി വേണമെന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ആശയമാണ്. കാരണം എൻ്റെ ഫാമിലി കംപ്ലീറ്റ് ആവണമെങ്കിൽ, പിന്നെ നിയാസ്ക നമുക്ക് എന്താ പറയുക ഇത്രയും നല്ലൊരു ലൈഫ് തരുമ്പോൾ അവർ ആഗ്രഹിക്കുന്നതാണ് ഒരു ഗേൾ ബേബി വേണമെന്ന്. നിയാസ്കക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്, എങ്കിൽ പോലും ഗേൾ ബേബിനോടാണ് കൂടുതൽ താല്പര്യം. അങ്ങനെയാണ്. പിന്നെ
വേറൊരു സംഭവം, ഈ പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഏത് കളറിനോടാണ് കൂടുതൽ താല്പര്യം എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ആകുമെന്ന്. ഞാൻ എടുക്കുന്ന ഈ വാവക്ക് എടുത്തിട്ടുള്ള എല്ലാ ക്ലോത്തിലും പിങ്ക് മിക്സ് ആണ് കേട്ടോ. എല്ലാത്തിലും പിങ്ക് മിക്സ് ആണ്. പിന്നെ എനിക്ക് പിങ്കിനോട് ഒരു പ്രത്യേകം അട്രാക്ഷനാണ്. സെയിം ടൈം നിയാസ്ക്ക് എടുക്കുകയാണെങ്കിൽ ബ്ലൂയിലേക്ക് പോകുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു പക്ഷേ ഗേൾ ബേബി ആയിരിക്കാമെന്ന്. പിന്നെ എൻ്റെ ബോഡിയിൽ കുറച്ച് ഡിഫറെൻറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ബോഡിയിലെ ഡിഫറൻസ് എന്ന് വെച്ചാൽ എൻ്റെ ഹെയർ ലോസ്. എനിക്ക് ഈ ഒരു 8 മന്ത് വരെ ഹെയർ ലോസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കിയാൽ ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ ബോയ് ബേബി എന്ന് പറയും. എനിക്കറിയില്ല, എനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ 8 മന്ത് കംപ്ലീറ്റ് ആയതോടുകൂടി എനിക്ക് ഹെയർ ലോസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഹെയർ നന്നായിട്ട് ലോസ് ആവുന്നുണ്ട്. പിന്നെ ഗേൾ ബേബി വയറ്റിലാണെങ്കിൽ ഉമ്മാൻ്റെ സൗന്ദര്യമൊക്കെ വലിച്ചെടുക്കും, ഒന്നും ഉണ്ടാവില്ല എന്ന് പറയും. അത് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയണം കേട്ടോ എന്താണ്. ബോയ് ബേബി ആണെങ്കിൽ ഉമ്മമാർ നല്ല സൗന്ദര്യം കൂടും എന്നൊക്കെ പറയും. അത് നിങ്ങൾ തന്നെ പറയണം. ഓക്കെ, അത് നിങ്ങൾക്ക് വിട്ടു തന്നേക്കുന്നു. പിന്നെ വേറെ എന്ത് സംഭവം, വേറെ എന്താണ്, ഇങ്ങനെ കുറേ അഭിപ്രായങ്ങളുണ്ട് അല്ലേ. പിന്നെ ഒരു മിനിറ്റ് ഓർക്കട്ടെ. പിന്നെ ഉമ്മമാർക്ക് തന്നെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് വരും അത്ര. ഗേൾ തന്നെ അല്ലെങ്കിൽ സ്വപ്നം കാണാറ് ഒക്കെ ഉണ്ട് എന്ന് പറയും. ഗേൾ തന്നെ ആണെങ്കിൽ അല്ലെങ്കിൽ ബോയ് ആണെങ്കിൽ ബോയിൻ്റെ രീതിയിൽ. പക്ഷെ എനിക്ക് എല്ലാ രീതിയിലും ഗേൾ തന്നെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ 2-3 പ്രാവശ്യം സ്വപ്നത്തിലാണെങ്കിലും എനിക്ക് ഗേൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. അറിയില്ല എന്താണ്. ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും നന്നായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ലൊരു കുഞ്ഞുവാവിനെ തരാനേ ഇപ്പോൾ ഈ അവസ്ഥയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ കേട്ടോ. ഒരുപക്ഷെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ ഓർക്കുമായിരിക്കും ബോയ് ആണെങ്കിൽ അയ്യോ ഗേൾ ആയാൽ മതിയായിരുന്നു അല്ലേ എന്ന്. ചിലപ്പം ഗേൾ ആയില്ലെങ്കിൽ പിന്നെയും ഈ അവസ്ഥ ഒരിക്കലും കൂടി ഞാൻ സഹിക്കേണ്ടി വരും. ഗേൾ ആവുകയാണെങ്കിൽ പിന്നെ അതോടുകൂടി സ്റ്റോപ്പായി പോകും കേട്ടോ. ഗേൾ ആയില്ലെങ്കിൽ ഇതേ അവസ്ഥ ഞാൻ മിക്കവാറും സഹിക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഗേളിന് ഇപ്പോൾ ഭയങ്കരമായിട്ട് ആശ വയ്ക്കുന്നത്. പിന്നെ എന്താ പറയുക, എനിക്ക് എൻ്റെ സങ്കടങ്ങൾ പറയാം. എനിക്ക് ഗേളിനോട് എന്തിനാണ് ഇഷ്ടമെന്ന് വെച്ചാൽ എൻ്റെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ. അതായത് ഞാൻ ഒറ്റ മോളേ ഉള്ളൂ. ഞാൻ എന്നും ആഗ്രഹിക്കും കേട്ടോ, എനിക്കൊരു ഏട്ടത്തിയോ അനിയത്തിയോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ആങ്ങളമാരോട് ഒരു കാര്യം, എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടുമില്ല, ചെയ്യുമില്ല കേട്ടോ. അറിയില്ല, എനിക്കത് താല്പര്യമില്ല. അതുതന്നെ എനിക്കൊരു ഇത്താത്തയോ അനിയത്തിയോ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവരോട് ഞാൻ ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ എന്താ പറയുക, എന്തോ ഒരു സ്പെഷ്യൽ കെയറിങ് ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കിട്ടും. എന്തായാലും നമ്മൾ ഒരു ഏട്ടത്തി അനിയത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഏട്ടത്തിൻ്റെ ആണെങ്കിൽ എനിക്ക് നല്ല ഒരു എന്താ പറയുക, നമുക്കൊരു ഉമ്മ തരുന്ന ഒരു കെയറിങ് അവരെ കൊണ്ട് നമുക്ക് തരാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനിപ്പോൾ എൻ്റെ മോളിലൂടെയാണ് ഞാൻ അതെല്ലാം സാധിപ്പിക്കാനുള്ള ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ വെച്ച് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു മോളായാൽ എനിക്ക് എല്ലാത്തിനും ഒരു കൂട്ടാവില്ല. ഇപ്പോൾ 2 ആൺകുട്ടികളും നിയാസ്കാക്ക് ഭയങ്കര കൂട്ടാണ്. അവർ പള്ളിക്ക് പോകലും അവർ പല സ്ഥലത്ത് പോക്കും, അവരതായ ആ ഒരു മെൻറ്റാലിറ്റി ആയിപ്പോയി. 3 പേരും ആണുങ്ങൾ, ഞാൻ ഒറ്റക്കാണ് വീട്ടിൽ. അപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ എനിക്ക് എവിടെയെങ്കിലും പോകാനും വരാനുള്ള ഒരു കൂട്ടല്ല. പക്ഷേ എൻ്റെ ആൺകുട്ടികളും നല്ല കൂട്ടാണ് കേട്ടോ. കൂട്ടല്ല എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷെ മൂത്ത മോനക്കൊന്നും പെൺകുട്ടീനോട് താല്പര്യമില്ല. മോനെ ആൺകുട്ടീനോട് തന്നെ താല്പര്യം. കാരണം മോനക്കറിയാം, അവൻ കുറച്ച് ബുദ്ധി വെച്ചതല്ലേ. പെൺകുട്ടി ആകുമ്പോൾ കൂടുതൽ പെൺകുട്ടീനോട് അടുപ്പം കാണിക്കും എന്നുള്ള ഉള്ളിൽ അവർ ചിന്ത വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് പെൺകുട്ടികളോട് ഇതുകൊണ്ടാണ് താല്പര്യം. അല്ല, ഏത് ജെൻഡറായാലും റബ്ബ് തരുന്നത് ഞാൻ മേടിക്കാൻ തയ്യാറാണ്. പക്ഷേ ആശ ഇതുകൊണ്ടാണ്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു വന്ന ഒരാളല്ലേ. അപ്പം നമ്മളെ പല കാര്യങ്ങളും ഒരു പെണ്ണും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ എനിക്ക് പെൺകുട്ടികൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ എൻ്റെ പ്രൊഫഷനും അതാണല്ലോ, ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരുന്നിട്ട് കാണാം അല്ലേ എന്താ തരുന്നതെന്ന്, അത് മേടിക്കാം. പിന്നെ പറയും ബേബീൻ്റെ മൂവ്മെൻറ്റ്സ് റൈറ്റ് സൈഡിലാണെങ്കിൽ ഗേൾ ബേബി, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ബോയ് ബേബിന്ന്. എനിക്ക് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ബേബീൻ്റെ മൂവ്മെൻറ്റ് റൈറ്റ് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മന്ത് ചേഞ്ച് ആവുന്നങ്ങനെ, ബേബി വലുതാവുന്നങ്ങനെ അത് ഫുള്ളായിട്ട് കറങ്ങാനും തിരിയാനും തുടങ്ങി. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ തിങ്ക് ആക്കുന്നു ഇറ്റ്സ് എ ഗേൾ ആയിരിക്കുമോ, അറിയില്ല. പിന്നെ വേറെ എന്താ സംഭവം, വേറെ മൂഡ് സ്വിങ്സ് ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ ഗേൾ ബേബിയാണ്. ഇല്ല, നോർമലായിട്ടാണ് ഉള്ളത്, മൂഡ് സ്വിങ്സ് ഒന്നുമില്ല, അവർ നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ബോയ് ബേബി എന്ന് പറയും. എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തത് തൊട്ടിട്ട് നോർമൽ ലൈഫ് ലീഡ് ചെയ്തിട്ടില്ല, മൂഡ് സ്വിങ് തന്നെയാണ്. അതുകൊണ്ടും ഞാൻ ഓർക്കുന്നത് അപ്പോൾ ആയിരിക്കുമോന്ന് അറിയില്ല കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ ബേബി ബംപ്, അതായത് വയറ്. നമ്മൾ മുകളിലാണ് നമ്മളെ വയറുള്ളത്, പ്രഗ്നൻസി വയറുള്ളത് മുകളിൽ നിന്ന് അറ്റാച്ച് ആയിട്ടാണ് വയറുള്ളതെങ്കിൽ ഗേൾ ബേബി ആണെങ്കിൽ നമുക്ക് താഴെ ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള വയറ്, കുറ്റി വയറ് ഷാർപ്പായിട്ട് താഴെയാണ് വയറുള്ളതെങ്കിൽ ബോയ് ബേബിയു എന്ന് പറയും. പക്ഷേ എനിക്ക് ഈ 9 മന്ത് 8 കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് വയറ് ഇത്തിരി താവുന്നത്, മുകളിൽ തന്നെ ആയിരുന്നു വയറ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചില സമയം ചിന്തിക്കാറുണ്ട്, ഇറ്റ്സ് എ ഗേൾ ആയിരിക്കാം, അല്ലായിരിക്കാം അല്ലേ. ഒന്നും പറയാനാവില്ല കേട്ടോ. ഈ ഹോർമോൺ വേരിയേഷനൊക്കെ പല ബേബീസിലും പല രീതിയിലാണ്. എനിക്കിപ്പം ആദ്യം മൂത്ത 2 ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവരെ എൻ്റെ വയറിലുള്ള സമയത്ത് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടായി അതൊക്കെ ഇതിനും കാണണമെന്നൊക്കെ വെച്ചാൽ പറ്റൂല. എല്ലാ ബേബീസും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് സിംറ്റംസ് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ വെറും ഒരു എന്താ പറയുക, എവ്രി മദേഴ്സിൻ്റെ ഒരു ആശയമാണ്. അത് ഇങ്ങനെ നമുക്കൊന്ന് കേട്ടിരിക്കാനും കണ്ടിരിക്കാനും, ഓ നമുക്ക് ഈ സിംറ്റം ഉണ്ടല്ലേ, നമുക്ക് മറ്റേ സിംറ്റം ഉണ്ടല്ലേ എന്ന് ആശിച്ചിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. എല്ലാം ലാസ്റ്റ് നിമിഷം നമുക്ക് നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ, വിശ്വസിക്കാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയെല്ലാം അടയാളമുണ്ട്. ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് അതിനോട് നിങ്ങൾക്ക് അനുബന്ധിച്ചിട്ട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ എൻ്റെ പൂർണ്ണമായ വിശ്വാസം എനിക്ക് ഗേൾ ബേബി ആകുമെന്നാണ്. അറിയില്ല, മാഷാല്ല കണ്ണു തട്ടാതിരിക്കട്ടോ, ഞാൻ പറയുക അങ്ങനെ. ഒരു പക്ഷേ ഈ എല്ലാ സിംറ്റം ഉണ്ടായിട്ട് ബോയ് ആയ ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ട്. പിന്നെ എൻ്റെ പ്ലസൻറ്റ പൊസിഷൻ വന്നിട്ട് പോസ്റ്റീരിയർ ആണ്. എൻ്റെ 2 ബോയ്സിനും പോസ്റ്റീരിയർ തന്നെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ചില സമയം ഞാൻ ഓർക്കും എനിക്ക് ബോയ് ആയിരിക്കുമെന്ന്, ആൻറ്റീരിയർ ആണെങ്കിൽ ഗേൾ ബേബി ആകുമെന്ന് പറയും. ഒന്നും പറയാനാവില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ എൻ്റെ ആരത് വാതില ഞാൻ തുറന്നിട്ടിരിക്കുന്നതിന്. അപ്പോൾ ഇൻഷാ അല്ലാ എന്ത് ബേബി ആകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ എനിക്ക് ലേബർ പെയിനെല്ലാം ഇങ്ങനെ സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് മെയ് എൻഡിങ് വരെ ഒന്നും ഇരിക്കേണ്ട ആവശ്യം വരില്ല, പെട്ടെന്ന് തന്നെ നടക്കും. അതുപോലെ തന്നെ സി സെക്ഷൻ ആണോ നോർമലാണോ, അപ്പോൾ ഞാൻ നോർമലാണെന്ന് അടിച്ചിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതെല്ലാം അള്ളാൻ്റെ ആ ഒരു സമയത്തുള്ള കളിയാണ്. ബേബിൻ്റെ പൊസിഷനും ബേബിൻ്റെ ഹെഡ് ഡൗൺ ആയതും വെയിറ്റും ഒക്കെ നോക്കിയിട്ടായിരിക്കും സി സെക്ഷൻ ആണോ നോർമലാണോ എന്നൊക്കെ തീരുമാനിക്കുക. എന്നാലും നമുക്ക് ഹോപ്പ് വിടാതെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെക്കും ബൈ ബൈ, ടേക്ക് കെയർ.